ഈ വലിയ ജിമിക്കൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോകാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കമ്മലിടുന്ന ദ്വാരം വലുതാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മുഴുവനായിട്ട് വിട്ടുപോവുക. പല ചെറുപ്പക്കാരായവർക്കും നമ്മൾ ഇതേ പ്രോബ്ലം ആയിട്ട് ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളിത് ഒട്ടിക്കുവാണോ ചെയ്യുന്നത്, നമ്മൾ തുന്നുവാണോ ചെയ്യുന്നത്. സോ അതിന് മുമ്പ് നമ്മൾ ഈ പ്രൊസീജിയറിനെ എന്താണെന്ന് പറയാം. ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇയർ ലോബ് റിപ്പയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോബുലോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒട്ടിക്കുക എന്നുള്ള രീതി. അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്, സിൽവർ നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ ചില ആസിഡ് പോലത്തെ കെമിക്കൽസ് ഉണ്ട്. അത് നമ്മളെ ദ്വാരത്തിനുള്ള സ്കിന്നിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് പൊള്ളിയ പോലെയാവും. എന്നിട്ട് അതിന് ചേർത്ത് ടേപ്പ് ചെയ്ത് കൊടുക്കും. പിന്നീട് അത് കുറച്ചിങ്ങനെ യോജിച്ച് വരും. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ യോജിക്കുന്ന ഭാഗത്ത് അത്ര ഒരു ബലം ഉണ്ടാവില്ല, കുറച്ചത് വീക്ക് ആയിരിക്കും. അപ്പൊ രണ്ടാമത് അവർ കാത് കുത്തി കമ്മൽ ഇട്ട് കഴിഞ്ഞാലും വിട്ടുപോയി കഴിഞ്ഞാൽ വരുന്ന ദ്വാരം ഭയങ്കര വലുതുമായിരിക്കും. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ചെവി മാത്രം മരവിപ്പിച്ചിട്ട് നമ്മൾ ആ സ്കിന്ന് മാത്രം, ആ ദ്വാരത്തിനുള്ള സ്കിന്ന് മാത്രം റിമൂവ് ചെയ്ത് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ അത് യോജിച്ച് വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാതിന്റെ തട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ പിന്നീട് നമ്മൾ അവിടെ കാത് കുത്തുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് രണ്ടാമത് വിട്ടു പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് കീലോയിഡ് വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കീലോയിഡ് വരാം. നമ്മൾ ആദ്യം പറഞ്ഞ ഒട്ടിക്കുക എന്ന് പറയുന്ന രീതി കൂടുതലും ഈ സലൂൺസിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂഷ്വലി ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നതും ഞാനും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്.